എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രമായ ഭൂതത്താൻകെട്ടിലെ ചെറുകിട വിനോദസഞ്ചാര ബോട്ടുടമകൾ പ്രതിസന്ധിയിലാണ്. അധികൃതർ അനുമതി നൽകാത്തതോടെ ബോട്ട് സർവീസുകൾ നിലച്ചു. ചട്ടങ്ങൾ ലംഘിച്ച് വിനോദസഞ്ചാര കേന്ദ്രം സ്വകാര്യ കമ്പനിക്ക് ലീസ് നൽകിയെന്ന് നേരത്തെ ആരോപണമുയർന്നിരുന്നു. ബോട്ടിംഗ് നിലച്ചതോടെ കേന്ദ്രത്തിലേക്ക് സഞ്ചാരികൾ എത്താതായി. ബോട്ട് യാത്ര ആസ്വദിക്കാൻ ഭൂതത്താൻകെട്ടിലേക്ക് വരുന്ന സഞ്ചാരികൾ നിരാശരായി മടങ്ങുകയാണ്. 10 മാസമായി കരയ്ക്കടുപ്പിച്ച ബോട്ടുകൾ നോക്കി ബോട്ടുടമകൾ നിസ്സഹായരായി നിൽക്കുകയാണ്. 20 വർഷത്തേക്ക് ഇവിടം സ്വകാര്യ കമ്പനിക്ക് ലീസിന് കൊടുത്തതാണ് നിലവിലെ അനിശ്ചിതാവസ്ഥയ്ക്ക് കാരണമെന്നാണ് ആരോപണമുയരുന്നത്. 2024 മെയ് മാസം 18-ാം തീയതി ഞങ്ങൾ ബോട്ടെല്ലാം നിലവിൽ കരക്കയറ്റി വെച്ചേക്കുന്നതാണ്. സാധാരണ എല്ലാ വർഷവും ഡിസംബർ 20-ാം തീയതി മുതൽ ബോട്ട് ഇവിടെ ഭൂതത്താൻകെട്ടിൽ ഓടി തുടങ്ങേണ്ടതാണ്. 10 മാസത്തോടാവാൻ പോകുന്നു. ഇപ്പോൾ ബോട്ടുകളെല്ലാം കരക്കയറ്റി വെച്ചിട്ട് എല്ലാവരും വളരെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ ഈ തൊഴിലാളികളും ഓണർമാരും ഒക്കെ ഈ പൈസ മുടക്കിയത് വലിയ ബുദ്ധിമുട്ടിലായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ 10-30 സ്റ്റാഫ് നമുക്കുണ്ട്. അവരുടെ പ്രശ്നമുണ്ട്. പിന്നെ ബോട്ട് ഉടമകളുടെ, പിന്നെ ഇവിടെ ഈ ലോക്കൽ ആളുകളെല്ലാം ബാധിച്ചിട്ടുണ്ട്. ഒരു ആൾക്കാർ മൈസൂരി വണ്ടികൾ കച്ചവടം ഉണ്ടായിരുന്ന ഒരു മറ്റൊന്നും വേണ്ട, ഒന്നുമില്ല. സംസ്ഥാന ഇറിഗേഷൻ വകുപ്പിന്റെ ഉടമസ്ഥതയിലാണിവിടം. കയാക്കിങ്ങും പെഡൽ ബോട്ടിങ്ങും പെരിയാറിന്റെ തീരത്തെ കാനന ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ബോട്ട് യാത്രയും മുഖ്യ ആകർഷണങ്ങളാണ്. എന്നാൽ ഇപ്പോൾ ഇവിടെ സഞ്ചാരികളില്ല. തട്ടേക്കാട് സർക്കാർ നിയന്ത്രണത്തിൽ ബോട്ട് സർവീസുകൾ നടക്കുമ്പോഴാണ് ഭൂതത്താൻകെട്ടിൽ ചെറുകിട സംരംഭകരോട് ഈ അവഗണന. ലോകത്തെവിടെയും വിനോദസഞ്ചാരത്തിന്റെ നട്ടെല്ല് ചെറുകിട സംരംഭകരാണ്. എന്നാൽ ഇതാ ഇവിടെ ചെറുകിട സംരംഭകരെ തളർത്തുന്ന നടപടിയാണ് അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന FICT റീഡിഫൈൻ ഡെസ്റ്റിനേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിക്ക് ഭൂതത്താൻകെട്ട് 20 വർഷത്തേക്ക് ലീസിന് നൽകിയുള്ള സർക്കാർ ഉത്തരവ് അടുത്തിടെ പുറത്തിറങ്ങിയിരുന്നു. 125 കോടി രൂപയുടെ നിക്ഷേപം കമ്പനി ഇവിടെ കൊണ്ടുവരുമെന്നാണ് അവകാശവാദം. ഇതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷം. കോഴിക്കോട് ആസ്ഥാനമായി മുഹമ്മദ് റിയാസിന് ബന്ധമുള്ള ഒരു കമ്പനിയാണ് 25 കൊല്ലത്തേക്ക് ഈ പെരിയാറിൻ്റെ പൂർണ്ണമായ ലീസിംഗ് എടുത്തിരിക്കുന്നത്. ടൂറിസം ആവശ്യങ്ങളുടെ പൂർണ്ണമായ ലീസിംഗ് എടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അത് പുഴ വിൽക്കുന്നതിന് സമാനമാണ്. ഭൂതത്താൻകെട്ട് ബോട്ട് ചെട്ടിയിലെ വിശാലമായ പാർക്കും ട്രീ ഹൗസും ക്യാൻറ്റീനും അടക്കം വലിയ തുക ചിലവഴിച്ച നിർമ്മിതികൾ ഇപ്പോൾ കാടുപിടിച്ച് നശിക്കുകയാണ്. ദിവസവേതനത്തിന് ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾക്ക് ഉപജീവനം മുടങ്ങി. ലാഭം പ്രതീക്ഷിച്ച് ബോട്ടുകൾ നീറ്റിലിറക്കിയ ഉടമകളാവട്ടെ നഷ്ടത്തിന്റെ നീറ്റലുമറിഞ്ഞു. സുതാര്യമായ ഒരു മറുപടി പോലും നൽകാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റോ ടൂറിസം വകുപ്പോ ഇതുവരെയും തയ്യാറായിട്ടുമില്ല. ക്യാമറമാൻ MT അധീഷിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. ടൂറിസത്തിന് വലിയ സാധ്യതയുള്ള നാടാണ് നമ്മുടെ കൊച്ചു കേരളം. കേരളത്തിലേക്ക് കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്നത് നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് സർക്കാരിന് നല്ല ബോധ്യമുള്ള കാര്യമാണ്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. അപ്പോൾ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് റിപ്പോർട്ട് വെക്കുകയാണ്.